Welcome to QT, the beauty soap presents Flowers Top Singer co-presented by Ramraj Dhotis and Shirts, powered by iTech Dazzler Luminous Liquid Makeup, Shabari Mattress World Kottarakara, Eastern, Kerala Matrimony, Rixo Shirts and Jeans, Josco Jewelers, Peps Mattress, C8 and Shantigiri Hridayanjani Pain Reliever Balm, powered by Balabhumi. ടോപ്പ് സിംഗറിൽ 1ാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്, 2ാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. സംഗീത സർഗവേദിയിലെ മണിമുത്ത് ടോപ്പ് സിംഗറിലെ കുട്ടിക്കുറുമ്പി. വെൽക്കം അനന്യകുട്ടി ഓൺ സ്റ്റേജ്. പാടാൻ പോകുന്ന പാട്ടാണ് ജ്വാലാമുഖികൾ. ഈ പാട്ടിൻ്റെ സിനിമയുടെ പേരാണ് പാതയം. ഈ പാട്ട് പാടിയിരിക്കുന്നത് KJ യേശുദാസ് സാറാണ്. അപ്പോൾ ഞാൻ പോയി സൂപ്പർ അടിച്ചു പൊളിച്ചിട്ട് വരാം. ചമ്പകപ്പൂവിതളല്ല കാണാനിവളോ അമ്പിളിപ്പൊൻ കതിരല്ല കണ്ണു കവി പാടുമ്പോൾ നീലക്കടലല്ല പല്ല് പോയ കിളവി. മുത്തിയമ്മന്നല്ലേ വിളിച്ചേ? മുത്തിയമ്മ ഒന്നും പറയാത്ത? മുത്തിയമ്മ പറയുന്നുണ്ട്. ആണോ? എന്താ പറയണ വിശേഷം? നല്ല വിശേഷം. മുത്തിയമ്മ പാൽപ്പായസം കൊണ്ടുവരുമെന്ന് പറഞ്ഞല്ലേ? അല്ലാതെ തിരിച്ചിട്ട് കൊണ്ടുവരും എന്ന് പറഞ്ഞല്ലേ? എവിടെ പായസം? പക്ഷെ അത് MJ ഏട്ടനല്ലേ പറഞ്ഞത്? ഞാൻ പ്രിയ ചേച്ചിയോട് പറഞ്ഞിട്ട് വീട്ടിൽ ചെയ്തിട്ട് കൊണ്ടുവരാന്ന്. അങ്ങനെയല്ല അനന്യ പറഞ്ഞു പായസം കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു പ്രിയ ആന്റിയുടെ ഉണ്ടാക്കി ഞാനും കൂടെ കൊണ്ടുവരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞത്. അനന്യക്കുട്ടി കൊണ്ടുവരാത്തോണ്ടാണ് ഞാനും പായസം കൊണ്ടുവരാത്തത്. അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്നേ. അടുത്ത പ്രാവശ്യം നമുക്ക് കലക്കി കളയണം കേട്ടോ. ഒരു പായസ ഫെസ്റ്റ് നമുക്ക് നടത്തണം. ഒരു പായസം ഫെസ്റ്റിവൽ നടത്തണം. അപ്പൊ നമുക്ക് അടപ്രഥമൻ തന്നെ നമുക്ക് ഉണ്ടാക്കി. എനിക്ക് പാൽപ്പായസം മതി. എനിക്ക് അത് ഏറ്റവും ഇഷ്ടമുള്ള പായസം. ഓക്കെ, എന്നാ അത് കൊണ്ടുവന്നാ മതി. ഓക്കെ, അഗ്രീഡ്? യെസ്. ഇതേതാ പാട്ട്? ജ്വാലാമുഖികൾ. വളരെ സീരിയസ് സോങ് ആണല്ലോ. ഇപ്പൊ ചിരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഇപ്പൊ നോക്കിക്കോണേ, നമ്മൾ റിഹേഴ്സലിലോട്ട് മാറുമ്പോ, നമ്മൾ ആ പാട്ടിലോട്ട് മാറുമ്പോ ഭയങ്കര സീരിയസ് ആവും. അപ്പൊ നമ്മൾ ആരും ഇല്ല, ആ പാട്ട് മാത്രമുണ്ട്. പിന്നെ പാട്ട് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എല്ലാവരും വരും, തിരിച്ച് സ്റ്റേജിൽ വരും. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ? അതെ. ഒരു വീഡിയോ കാണിക്കട്ടെ? പിന്നെ കാണിക്കൂ. Hey, what are you doing? I'm watching TV. Do you know what show you're watching? Yeah, Flowers Top Singer. Do you watch the show often? Yeah, when I come to work and I'm cooking, we have it on all the time, so I've learned a lot. It's really cool. Who's your favorite singer? This girl got to sing and Ananya. Oh, that's awesome. And by the way, what's your name? I'm Jason. How long have you been working here? For about 3 months now. Oh, and so you've grown to love the song during that time? Oh yeah, it's really cool. I mean, before I started working, I've already loved Indian culture in general, so music, the food, it's all great. So it just kind of works for me. That's awesome. Well, it's very nice to meet you. Thank you. Oh my God! എവിടേക്കാണ് ഫാൻസ്? ജോർജിയ എന്നാണ്. അതിന് റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ പാൻട്രിയിൽ ആണ് അവർ ഈ ടെലിവിഷൻ വെച്ചിട്ട് അനന്യക്കുട്ടിയെ കാണാൻ വേണ്ടി മാത്രം ആ സമയത്ത് ആ TV ഓൺ ചെയ്ത് കാണുന്നത്. ഓ, അനന്യ ഫാൻസ് അസോസിയേഷൻ എവിടെയൊക്കെയാണ് ഉള്ളത്? അപ്പൊ ആ അനന്യ ഫാനിന് ഒരു ഹലോ പറഞ്ഞേ. ഹലോ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ watching my video. How intelligent. ഇത് അയച്ചെന്ന് മാത്രമല്ല, ഒരു സഹോദരിയാണ്. അവരുടെ പേര് മിനി എന്നാണ്. താങ്ക് യു സോ മച്ച് മിനി ഫോർ ഓൾ ദ ലവ്.
ലവ് യു മിനി ചേച്ചി എന്ന് പറ. ലവ് യു മിനി ചേച്ചി. അയ്യോ അപ്പൊ പാട്. യെസ്. യെസ്. അനന്യ കുട്ടി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. വെൽക്കം. ബിക്കോസ് ശരിയാണ്. അത് ആ സെയിം ഇത് തന്നെയാണ്. സത്യമായിട്ട് ഞാൻ അത് കണ്ടുപിടിച്ചത്. പക്ഷെ മാമും അത് കണ്ടുപിടിച്ചു. നമ്മൾ രണ്ടുപേരും കണ്ടുപിടിച്ചു. ജ്വാലാമുഖികൾ തഴുകിയിറങ്ങി മാനസ ഗംഗാരാഗം ഇരുഹൃദയങ്ങളിൽ ഇളകിയിറങ്ങി കണ്ണീർക്കടലിൻ മൗനം. ജ്വാലാമുഖികൾ തഴുകിയിറങ്ങി മാനസ
അനന്യ കുട്ടിയുടെ പാട്ട് മാനസ ഗംഗാരാഗം. ആ താങ്ക് യു. മോളൂട്ടി, അതെ, എന്റെ വരി എന്താണ്? ജ്വാലാമുഖികൾ ആ തരുകിയിറങ്ങി ആ മാനസ ഗംഗാരാഗം ആ ഇരുഹൃദയങ്ങളിൽ ഇളകിയിരമ്പി ആ. കണ്ണീർ കടലിൻ മൗനം. അതാണ് എനിക്കിപ്പോൾ ഉണ്ടായത്. ഇങ്ങനെയൊക്കെ പാടിക്കഴിഞ്ഞാൽ കണ്ണീർ കടലിൽ മൗനമായിട്ടിരിക്കാനേ പറ്റൂ. ഇങ്ങനെയുള്ളൊരു രാഗധാര ശ്രുതി ശുദ്ധമായിട്ട് ഇങ്ങനെ പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ഒരു കാര്യമില്ല, ഇനി ഒന്നും പറയാനില്ല. ഗംഭീരമായിട്ട് പാടി. താങ്ക് യു സർ. ഒരു സ്ഥലത്തും അങ്ങനെ വലിയ മിസ്റ്റേക്ക്. തുടക്കം എങ്ങനെയായിരുന്നു മോളെ? ജ്വാലാമുഖി ജ്വാല. ജ്വാലാമുഖി. ഒരു സംഗതി ഉണ്ടോ അവിടെ? ഇല്ല. ഇല്ലല്ലേ? ഓക്കെ. ജ്വാലാം അത്രേ ഉള്ളല്ലേ? ജ്വാലാമുഖികൾ. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്കങ്ങനെ ഒരു സംഗതി ഉണ്ടോ എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇങ്ങനെയാണെന്ന് സംശയം ഉണ്ടെങ്കിൽ ജ്വാലാമുഖികൾ അങ്ങനെയല്ലേ? ജ്വാലാമുഖികൾ പാടിക്കേ. ജ്വാലാമുഖികൾ തഴുകിയിറങ്ങി അത്ര മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. മാനസ ഗംഗാരാഗം. അത് കഴിഞ്ഞിട്ടുള്ള ആ എക്സ്പ്രഷനൊക്കെ ഉണ്ടല്ലോ, സൂപ്പറായിരുന്നു. അതെങ്ങനെയായിരുന്നു ആ എക്സ്പ്രഷൻ? ഇരുഹൃദയങ്ങളിൽ ഇളകിയിരമ്പി കണ്ണീർ കടലിൻ മൗനം. ആഹാ, ആ. ഒന്നും പറയാനില്ല മോളെ. കാരണം ഇങ്ങനെയുള്ള ഈ പ്രായത്തിലൊക്കെ ഇത്ര എക്സ്പ്രഷനും ബാക്കി ഇതൊക്കെ പാടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്നാ കമൻറ്റ് പറയാനാ? ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കേട്ടോണ്ടിരിക്കാം, ആസ്വദിക്കാം. മറ്റ് ജനലക്ഷങ്ങൾ ആസ്വദിക്കുന്ന കൂട്ടത്തിൽ ഒരു ജീവൻ ഞാനും ഇരുന്ന് ആസ്വദിക്കുന്നു എന്നുള്ളത് കവിഞ്ഞ് വേറൊന്നുമില്ല മോളെ, പറയാനൊന്നുമില്ല. അസാധ്യമായിട്ട് പാടി. സാധ്യമായിട്ട് പാടുകയല്ല, ആ ഒരു പാട്ടിന് ജീവൻ വെച്ചു, ജീവൻ കൊടുത്തു മോള് പാടി. ജ്വാലാമുഖികൾ തഴുകിയിറങ്ങി മാനസ ഗംഗാരാഗം ഇരുഹൃദയങ്ങളിൽ ഇളകിയിരമ്പി കണ്ണീർ കടലിൻ മൗനം. എത്ര പ്രാവശ്യം പഠിച്ചു? പെട്ടെന്ന് പഠിച്ചാണോ അതോ? പെട്ടെന്ന് പഠിച്ചതാ. പെട്ടെന്ന് പഠിച്ചാണോ? ഒരു ദിവസത്തെ ഞാൻ ലിറിക്സ് നോക്കി മമ്മിനോട് പറയും പഠിച്ചു പഠിച്ചു പഠിച്ചു. അപ്പോൾ മമ്മി തറവാക്കി ഒന്നും കൂടി പാട്ടിൻ്റെ കൂടെ പാടിപ്പിക്കും. പിന്നെ ഒന്നും കൂടി പിച്ചിൻ്റെ കൂടെ പാടിപ്പിക്കും. പിന്നെ നമ്മൾ കഴിക്കാൻ പോകും. അത്രയേ ഉള്ളൂ. ഓ, പിന്നെ കഴിക്കാൻ പോവല്ലേ? അത് ഇമ്പോർട്ടൻ്റ്. അത് ആദ്യം പറയായിരുന്നല്ലോ. ആദ്യം കഴിക്കാൻ പോവും, കഴിച്ചിട്ട് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയായിരുന്നല്ലോ. പിന്നെ കഴിച്ചിട്ട് വന്നിട്ട് നമ്മൾ കുറച്ചു നേരം ഉറങ്ങും. പിന്നെ ഉറങ്ങിയിട്ട് സന്ധ്യയാവുമ്പോൾ നമ്മൾ പിന്നെയും പഠിക്കും. ഓ, ഇപ്പൊ ഉച്ചയ്ക്കാണോ ഉറങ്ങുന്നേ? അല്ല, ഉച്ചക്കല്ല. രാവിലെയോ? അല്ല, എല്ലാം തിരിഞ്ഞു പോയി കേട്ടോ. ലഞ്ച് കഴിച്ചിട്ട് ഉറങ്ങും. അതാ ചോദിച്ച ഉച്ചയ്ക്ക്. വൈകുന്നേരം അല്ലേ? വൈകുന്നേരം. വൈകുന്നേരം. ലഞ്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരമാണോ? അല്ല, അവൾ ഉദ്ദേശിച്ചത് അങ്കിളെ, അതാ ഞാൻ പറഞ്ഞത്. വൈകുന്നേരമാണോ ഉറങ്ങുന്നത്? അവൾ ഉദ്ദേശിച്ചത് വൈകുന്നേരമാണ്. ഉച്ചക്ക് ലഞ്ച് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ വൈകുന്നേരമാണോ? ഉച്ചക്കെന്ന് ചോദിച്ചപ്പോ അവൾ അല്ലാന്ന് പറഞ്ഞില്ലേ? അപ്പൊ ലഞ്ച് കഴിക്കുന്ന വൈകുന്നേരമാണോ? ലഞ്ച് കഴിക്കുന്ന ഉച്ചക്കാണ്. ലഞ്ച് ഉച്ചയ്ക്കാണ്, പക്ഷെ 4 മണിക്ക് ശേഷം അവളിൽ കഴിക്കുന്ന ലഞ്ച് അല്ല. മീനുട്ടി മലയാളത്തിൽ വളരെ പൊറോട്ടാണെന്ന് എന്നിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായല്ലോ. എനിക്കല്ലേ അത് പറഞ്ഞത് മനസ്സിലായത്. മീനുട്ടിക്ക് ഒന്നും മനസ്സിലായില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായി. ബ്രേക്കിന്റെ സമയത്തിലൊക്കെ ഞാൻ കുറച്ച് കളിക്കും. മോള് ചോറ് ഇങ്ങനെ എടുത്ത് കഴിക്കുമോ? ആരെങ്കിലും വാരി തരുമോ? മമ്മി വാരി തരും. അപ്പൊ എനിക്ക് വേഗം കഴിക്കാൻ പറ്റുക. വേഗം കഴിക്കാൻ പറ്റും. മമ്മി കൊക്ക അങ്ങനെ വാരി തരും അല്ലേ? മോക്ക് എത്ര വയസ്സായി? 7. 6 വയസ്സ് കഴിഞ്ഞ് 7. ഈ 14 വയസ്സായാലും എന്ത് ചെയ്യണം? വാരി കൊടുത്താൽ? 13 അല്ല, 13.75. 13.75 വയസ്സായവർക്ക് വാരി കൊടുത്ത എന്ത് ചെയ്യണം? എന്ത് പറയണം? ഇല്ല, ആരും വാരി തരില്ല. അപ്പൊ ഞാൻ തന്നെ. അതിഥിക്ക് അമ്മ വാരി അല്ല, ഹലോ ഇപ്പൊ ചേച്ചി 14 years
വയസ്സായില്ലേ? കൊടുക്കാറില്ല. 14 വയസ്സായില്ലേ? അപ്പൊ ഒന്നും കൊടുക്കൂലല്ലോ ചേച്ചി. അപ്പൊ എന്താ? കുറച്ചേ ചോറ് കഴിക്കും. കൊടുക്കൂല. പിന്നെ അച്ഛ പോക്ക് പോകും. അത് 20 വയസ്സായാലും അങ്ങനെ വാരി കൊടുക്കാമല്ലോ. അതെന്താ അമ്മ അല്ല ഇങ്ങനെ ഞാൻ തരാലോ. വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ മോടത്തി ചോദിച്ചപ്പോ എന്തിനാ മീനൂട്ടി ഇത്രയും പിടയ്ക്കുന്നത് എന്തിനാ? ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ അതിഥിക്ക് കൊടുക്കുമെന്നല്ലേ ചോദിച്ചേ. അല്ല ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നത് എന്തിനാ? ഞാൻ ബാക്കി കഴിച്ചാ. മോളെ 14 വയസ്സായിട്ടുള്ള ഒരു കുട്ടിക്ക് വാരി കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഹൈ. തെറ്റാണ്. എടി എല്ലാരും ഒരു കൈയ്യടി കൊടുത്തേ. നല്ല ഉത്തരം പറഞ്ഞിരിക്കുന്നു, കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുന്നു. അമ്മ കഴിപ്പിക്കോ? ഇല്ലല്ലോ. കൈപ്പിക്കോടി. അപ്പൊ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോളെ. ഐ ലവ് യു. ഒരു പാട്ട് പാടാൻ നമുക്ക് വേണമെങ്കിൽ. ഏത് പാട്ട് പാടണം? Tell me the vowels. അതിൽ ലാസ്റ്റ് ഐ ലവ് യു. ഓ നമ്മള് തമ്മി പാടാനല്ലേ? അത് ലാലങ്ങള് പാടിയതല്ലേ? ഏയ് അയ്യോ അടുത്ത തവണ പാടാൻ നമുക്ക് ഏറ്റോ. യെസ്. അപ്പോ ഞാനിവിടെ സത്യം ചെയ്യുന്നു, പ്രേക്ഷകര് കാത്തിരുന്നോളൂ. ഞാനും എൻ്റെ സ്വന്തം അനന്യമോളും കൂടെ ചേർന്നിട്ട് ലാലേട്ടനും സുജാത മാഡം കൂടെ പാടിയ പാട്ട് MG ശ്രീകുമാറും അനന്യക്കുട്ടിയും കൂടെ തകർക്കും. ഓക്കെ, കാത്തിരിക്കുക. എവിടെ ഞാൻ തന്ന ഹെലികോപ്റ്റർ എവിടെ? എന്റെ ബാഗിൽ ഞാൻ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ചുരുട്ടി വെച്ചിട്ടുണ്ടോ? അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് മേളിലോട്ട് പോയി അങ്ങനെ പോയാ ഓ പോയി. തിരിച്ചു വന്നോ? എങ്ങനെയല്ലോ തിരിച്ചു വന്നെ. എന്റെ തലയിലെ തന്നെ ഇടിച്ചു. ആടാ, മുകളിലോട്ട് മാത്രം പോണ ഒരു ഹെലികോപ്റ്റർ തിരിച്ചു വരാൻ അറിയത്തില്ല. അത് ജസ്റ്റ് അതിന്റെ സ്വിച്ചും പിന്നെ റിമോട്ടിന്റെ സ്വിച്ചും ഒന്ന് ഓഫ് ആക്കി മതി. എന്നാ അത് നേരെ താഴോട്ടേക്ക്. താഴെ വന്നു. അതാണ് ഞാൻ പാടുന്ന പാടാമോ? മകരേസ മകരീസ മകരേസ മകരീസ രേസ രീസ ദ മകരേസ. തമക തമക അത് കറക്റ്റ്. രേസ തമക തമകരീസ സാനിദ മകരേസ. സാനിദ മക അല്ല സാനിദ മക സാനിദ മകരേസ സാനി രേ സാനി രേ സാ. ആഹാ, അതാണ് ഗംഗാരാഗം. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക്. ആ രാഗം എന്ന് പറയുന്നത് ഇങ്ങനെ ഏതോ ഒരു എക്സ്പാൻസിലൂടെ ഇങ്ങനെ മ്യൂസിക് എക്സ്പ്ലോഡ് ചെയ്യുന്ന പോലെ തോന്നി. ഗംഗാരാഗം. ഓ എന്തുവാ അതുകൊണ്ട് കണ്ണീർ കടലിൻ മൗനം. അങ്ങനെ കണ്ണീർ കടലിൻ മൗനം. ഇതുപോലെ സങ്കടത്തില് അനുപല്ലവില് പാടിയല്ലോ. അതെ, സൂര്യാസ്തമയ അല്ലല്ല, അനുപല്ലവിയില് അല്ല, സൂര്യാസ്തമയ വിഷാദം. സൂര്യാസ്തമയ വിഷാദം. എന്തൊരു വിഷാദം. വിഷാദം വിഷാദം. ഒരു ഫീലുമാണ് കേട്ടോ ഈ അനന്യക്കുട്ടി. അപ്പോ അനന്യക്കുട്ടി ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ്. അനന്യക്കുട്ടി അസലായിട്ട് പാടി കേട്ടോ. ആസ് ഓൾവേസ് അനന്യ എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു വലിയ ഒരു ബെഞ്ച് മാർക്കാ അല്ലേ? പക്ഷെ 7 വയസ്സിൽ ഞാൻ സത്യം പറയണമെങ്കിൽ ഐ ഹാവ് ടു താങ്ക് ഫ്ലവേഴ്സ്. ഇങ്ങനെ ഓരോ പാട്ടും ഈ കുട്ടികൾ, നമ്മൾ ഒറിജിനൽ പാട്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ കുട്ടികൾ ഇത്ര മനോഹരമായിട്ട് പാടുമ്പോൾ അതിൻ്റെ രസം അത് നോൺ എക്സ്പ്ലെയിനബിൾ ആണത്. ഞങ്ങൾക്കാണ് ഒരു വലിയ ഭാഗ്യമാണ് ടു എക്സ്പീരിയൻസ് ഓൾ യു ചിൽഡ്രൻ. അങ്ങനെ
നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു എന്താ പറയുക ഒരു ഡിവൈൻ പവർ അല്ലേ, അതാണ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഓരോ പാട്ടിലും. സോ താങ്ക് യു സോ മച്ച് ഫോർ സിംഗിങ് സോ ബ്യൂട്ടിഫുള്ളി. പിന്നെ ചെറിയ പാട്ടുകളല്ല, എല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള പാട്ടുകളല്ലേ. അപ്പൊ ഞാൻ എന്തെങ്കിലും ഈ രാഗത്തിലെ പാട്ട് പാടി തരട്ടെ. വിളയാടവാ അത് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. അടിപൊളി. ഈ പാട്ട് ഒന്ന് പഠിക്കണം കേട്ടോ മോളെ, എന്റെ ഒരു സജഷനാണ്. എന്നാ നമുക്ക് രണ്ടുപേർക്കും അത് ഡുവറ്റായിട്ട് പാടാല്ലേ ഈ സ്റ്റേജില്, ഇത് ചെയ്യാം. പിന്നെ മറ്റേ പാട്ട് കുറച്ച് അത് ഈസിയാണ്. വേദം അനുവിലൊരു നാദം ഞാൻ പാടും ഗാന വിനോദം സാവിന്നോസൈ കേൾക്കുമ്പോതും മാടൽ പാരാതോ വേദം വേദം. ഇത് മോൾക്ക് വേണ്ടിയാ. മോസ്റ്റ് വെൽക്കം ലഡു. കുട്ടി ഒരു ആഗ്രഹം പറഞ്ഞു അവക്കൊന്ന് റാമ്പ് വോക്ക് ചെയ്യണമെന്ന്. പുതിയ ഡ്രസ് കാണിക. ആ ചെരുപ്പ് പുതിയതാണോ? അതെന്തായാലും ആണോ? അതുകൊണ്ട് റാമ്പ് വോക്ക് ചെയ്തോ. 1 2 3 4. റാംബോക്ക് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അനന്യക്കുട്ടിക്ക് ഇന്ന് ജ്വാലാമുഖികൾക്കുള്ള ഗ്രേഡ് എന്ന് പറയുന്നത് ഡബിൾ പറഞ്ഞോളൂ. Congratulations, you are awarded double wow. 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 Thank you. അനന്യക്കുട്ടി നല്ല ചെരുപ്പാണ് കേട്ടോ, നല്ല ഉടുപ്പാണ്. കൊള്ളാം, സുന്ദരിയായിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ടാറ്റ. അഴകുത്തി സെഞ്ച് വെച്ച അലങ്കട്ടിയാട്ടം കണ്ട് അത്താന പാട്ടാ പൊണ്ണ് ஒவ்வொரு பூக்களுமே சொல்கிறதே வாழ்வென்றால் போராடும் போர்க்களமே. ஒவ்வொரு பூக்களுமே சொல்கிறதே வாழ்வென்றால் போராடும் போர்க்களமே. ஒவ்வொரு விடியலுமே சொல்கிறதே இரவானால் பகலொன்று வந்திடுமே. நம்பிக்கை என்பது வேண்டும் நம் வாழ்வில், லட்சியம் நிச்சயம் வெல்லும் ஒரு நாளில். மனமே ஓ மனமே நீ மாறிவிடு, மலையோ அது பனியோ நீ மோதிவிடு.
മനമേ നീ മാറിവിട് മലയോ അത് പനിയോ നീ മൂടിവിട് ஒவ்வொரு பூக்களுமே சொல்கிறதே வாழ்வென்றால் போராடும் போர்க்களமே வாழ்க்கை கவிதை வாசிப்போம் வானமளவு யோசிப்போம் முயற்சி என்ற ஒன்றை மட்டும் மூச்சை போல சுவாசிப்போம் லட்சம் கனவு கண்ணோடு லட்சியங்கள் நெஞ்சோடு உன்னை வெல்ல யாரும் இல்லை உறுதியோடு போராடு மனிதா உன் மனதை கீறி விதை போட மரமாகும் அவமானம் படு தோல்வி எல்லாமே உறவாகும் தோல்வியின்றி வரலாறா துக்கம் இல்லை என் தோழா ஒரு முடிவிருந்தால் அது தெளிவிருந்தால் அந்த வானம் வசமாகும் மனமே ஓ மனமே நீ மாறிவிடு மலையோ அது பனியோ நீ மோதிவிடு ஒவ்வொரு பூக்களுமே சொல்கிறதே வாழ்வென்றால் போராடும் போர்க்களமே ஒவ்வொரு விடியலுமே சொல்கிறதே இரவானால் பகலொன்று வந்திடுமே நம்பிக்கை என்பது வேண்டும் நம் வாழ்வில் லட்சியம் நிச்சயம் வெல்லும் ஒரு நாளில் மனமே ஓ மனமே நீ மாறிவிடு மலையோ அது பனியோ நீ மோதிவிடு மனமே ஓ மனமே நீ மாறிவிடு மலையோ அது பனியோ நீ மோதிவிடு ഇവിടെ കാറ്റിന് സുഗന്ധം ഇവിടെ കാറ്റിന് സുഗന്ധം ഇതിലെ പോയത് വസന്തം വസന്തത്തിൻ തളിർ തേടിയിരുന്നതാരോ വാസര സ്വപ്നത്തിൻ തോഴിമാര് ഇവിടെ കാറ്റിന് സുഗന്ധം ഇതിലെ പോയത് വസന്തം വസന്തത്തിൻ തളിർ തേടിയിരുന്നതാരോ വാസര സ്വപ്നത്തിൻ തോഴിമാര് ഇവിടെ കാറ്റിന് സുഗന്ധം ഇവിടെ തേടുന്നെത്താതെ വഴി ഒന്നിറങ്ങാതെ എനിക്കൊരു പുതരതിന്റെ പോയി പോയി പൂക്കാലം ഇവിടെ തേടുന്നെത്താതെ വഴി ഒന്നിറങ്ങാതെ എനിക്കൊരു പുതരതിന്റെ പോയി പോയി പൂക്കാലം ഋതുകന്യകേ നീ മറ്റൊരു പൂക്കാലം അകലെ സാഗര തിരകൾ അകലെ സാഗര തിരകൾ അവയിൽ വൈഡൂര്യമണികൾ തിരകളിൽ തിരുമുത്തു വിതച്ചതാര് താരകദ്വീപിലെ കിന്നരന്മാർ അകലെ സാഗര
മറ്റൊരു വൈഡൂര്യം. ഹൃദയം പൂത്തത് മിഴികൾ, ഹൃദയം പൂത്തത് മിഴികൾ. അതിൽ ഞാൻ നിൻ കൃഷ്ണമണികൾ. ഉള്ള യുവത്വത്തിനെന്തഴക്, നിന്റെ വികാരത്തിൻ നൂറഴക്. ഹൃദയം പൂത്തത് മിഴികൾ. ചിരിക്കും ചെണ്ടുമല്ലിക്കും ചിറകുള്ള നൊമ്പരങ്ങൾക്കും ചിലമ്പുന്ന കണ്ണുകൾ നൽകാൻ വാ വാ വിശ്വശില്പി. ചിരിക്കും ചെണ്ടുമല്ലിക്കും ചിറകുള്ള നൊമ്പരങ്ങൾക്കും ചിലമ്പുന്ന കണ്ണുകൾ നൽകാൻ വാ വാ വിശ്വശില്പി. പ്രിയനായകാ നീ എന്നിലെ പ്രാണശില്പി, ഇവിടെ കാറ്റിന് സുഗന്ധം, ഇവിടെ കാറ്റിന് സുഗന്ധം. ഇതിലെ പോയത് വസന്തം. വസന്തത്തിൻ തടുത്തേടിയിരുന്നതാരോ, വാസര സ്വപ്നത്തിൻ തോഴിമാര്. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ ഇനി ഓഡിയൻസ് ചോയ്സിലെ സമയമാണ്. ഓഡിയൻസ് ആരാ വരാൻ പോണേ? ഹലോ, പേരെന്താ? പവിത കൃഷ്ണ, കവിത. നല്ല പേരാണല്ലോ. എത്രയിലാ പഠിക്കുന്നേ? 4th സ്റ്റാൻഡേർഡ്. പാട്ട് പാടുവോ? ആ പാടും. ആ എന്നാ കുറച്ച് പാട്ട് പാടിത്തരോ? ആ. ആ, താങ്ക് യു. രാരീ രാരീ രാരീരം രാരോ, രാരീ രാരീ രാരിരം രാരോ. മാനത്തെ മാറിക്കുറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ, മാടത്തെ മാടക്കിടാങ്ങൾ വാവുറങ്ങാരോ. വാവാവം പാടിയുറക്കാനില്ലെന്നമ്മയൻ പൊന്നേ, ചാരത്തെ നോവ് തരാട്ടിൽ നീയുറങ്ങാരോ. മാമൂട്ടാനിങ്കും കൊണ്ടേ മാറ ചുരന്നെന്റെ ചെല്ലപ്പുള്ള, നെഞ്ചോരം പാടിയുറക്കാനുള്ളം കരഞ്ഞേ ചെല്ലപ്പുള്ള. രാരീ രാരീ രാരീരം രാരോ, രാരീ രാരീ രാരിരം രാരോ. താങ്ക് യു. ആഹാ. ചേട്ടാ, നമുക്ക് സീസൺ 2 വിളിച്ചാലോ ടോപ്പ് സിംഗറിന്റെ? ഓൾറെഡി എടുത്തു കഴിഞ്ഞ് നന്നായി പാടി മോള്. അപ്പൊ ആര് ഏറ്റവും ഇഷ്ടം? നേഹൽ ചേച്ചീനെ. നേഹലിന്റെ പാട്ടാണോ കേക്കണ്ടേ? വിളിക്കട്ടെ അപ്പൊ ചേച്ചീനെ. വെൽക്കം നേഹൽ ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ, പേരെന്താ? പവിത കൃഷ്ണ. കവിത കൃഷ്ണ. അപ്പൊ നേലുട്ടി, കവിത കുട്ടിക്ക് വേണ്ടി ഏത് പാട്ടാ പാടി കൊടുക്കുന്നത്? ചെമ്പരത്തി പൂവേ ചൊല്ല്. ഓക്കെ, കേൾക്കാം പാട്ട്. ചേച്ചിയുടെ പാട്ട് കേൾക്കാം. താങ്ക് യു.
പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ അമ്പലത്തിൽ നല്ലയോ സ്വർണ്ണരഥഘോഷം ചെമ്പരത്തി പൂവേ ചൊല്ല്. കാലിലെ പാദ കനവേ കനവേ പുതു കനവേ വിളിക്കും ബോധം വരും കനവേ മനം ആറാട്ടുകടവിങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ പേരാറ്റിൽ പുലർമങ്ക നീരാട്ടിൽ നിറങ്ങി ചെമ്പൊന്നിൻ ചെപ്പുകുടം ഇങ്ങനെ ആരും പാടി കേട്ടിട്ടില്ല. സത്യം, ഞാൻ ആരും പാടി കേട്ടിട്ടില്ല. ആരും ചെപ്പുകുടം കടവത്തു കമഴ്ത്തി തമ്പുരാട്ടി കുളിർ നീരിൽ മുങ്ങാങ്കുളിയിട്ടല്ലോ. MG അങ്കിളെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ എനിക്ക് എന്നെ കരയിപ്പിച്ച വ്യക്തിയാണ്. അതായത് എൻ്റെ മനസ്സ് ഹൃദയം തൊട്ട് അവൻ വല്ലാണ്ട് എന്നെ ഒലച്ചു കളഞ്ഞെൻ്റെ തേജസ്. വെൽക്കം തേജസ് ഓൺ സ്റ്റേജ്. ശാന്തിഗിരി നൽകുന്ന കർക്കിടക കഞ്ഞി കിറ്റ്, ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഒരു സമ്മാനം, മൊമെന്റ് ഓഫ് ദി ഡേ MG അങ്കിൾ വെച്ചെടുക്കുന്നു. ആറാട്ടുകടവിങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ പേരാറ്റിൽ പുലർമങ്ക നീരാട്ടിൽ നിറങ്ങി ചെമ്പൊന്നിൻ ചെപ്പുകുടം കടവത്തു കമഴ്ത്തി ചെമ്പൊന്നിൻ ചെപ്പുകുടം കടവത്തു കമഴ്ത്തി തമ്പുരാട്ടി കുളിർ നീരിൽ മുങ്ങാങ്കുളിയിട്ടല്ലോ. ആറാട്ടുകടവിങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ പേരാറ്റിൽ പുലർമങ്ക നീരാട്ടിൽ നിറങ്ങി.